അതൊരു മാൻഡ്രക്ക് സ്റ്റേഡിയാണ്. അതുകൊണ്ടാണ് ഞാനിത് പറയണത്. നാളെ ഇന്ത്യ ന്യൂസിലാൻഡ് ഫൈനൽ മാച്ച് നടക്കുന്നത് അഹമ്മദാബാദ് നരേന്ദ്രമോദി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ്. ആ സ്റ്റേഡിയത്തിനെയാണ് നമ്മൾ ഭയക്കേണ്ടത്, അല്ലാണ്ട് ന്യൂസിലാൻഡ് ടീമിനല്ല. അവിടെ കളിച്ച 10 മത്സരത്തിൽ ഇന്ത്യ 7 ജയിച്ചിട്ടുണ്ട്, 3 തോറ്റിട്ടുണ്ട്. വിന്നിംഗ് ശതമാനം എന്ന് പറഞ്ഞാൽ 70%. അതേ മറിച്ച് ന്യൂസിലാൻഡ് ആണെങ്കിൽ 2 കളി കളിച്ചു, 2 പൊട്ടുകയും ചെയ്തു. അപ്പൊ ഇന്ത്യക്ക് ഈ ഇന്റർനാഷണൽ കളിയിൽ ഇപ്പൊ 7 ജയിച്ചിട്ടുണ്ട്, ഓക്കെ. പക്ഷെ ഈ വേൾഡ് കപ്പ് പോലത്തെ കളികൾ വരുന്ന സമയത്ത് ആ ഒരു ഗ്രൗണ്ട് ഇന്ത്യക്ക് ഭാഗ്യമുള്ള ഗ്രൗണ്ട് അല്ല. നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുമല്ലോ, 2022 വേൾഡ് കപ്പ് അതേ ഗ്രൗണ്ടിലാണ് സെമിഫൈനൽ നടന്നത്. ആ മത്സരത്തിൽ ഇംഗ്ലണ്ട് ഇന്ത്യനെ കരയിപ്പിച്ചിട്ടാണ് പോയത്. കരയിപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണുനീര് മുക്കിയിട്ടാണ് പോയത്. ഒറ്റ വിക്കറ്റ് കൂടി ഇംഗ്ലണ്ടിനെ കളയാനായിട്ട് നമ്മളെ കൊണ്ട് സാധിച്ചില്ല. അലക്സേൽസും ബട്ട്ലറും കൂടിയിട്ട് മിന്നിച്ച ആ കളി മറക്കാൻ പറ്റുമോ? നമുക്ക് മറക്കാൻ പറ്റത്തില്ല. അത്രയ്ക്കും മാത്രം ബുദ്ധിമുട്ടിച്ച ഒരു കളി തന്നെയായിരുന്നു. അതേപോലെ തന്നെയാണ് ദക്ഷിണാഫ്രിക്കയും ഇന്ത്യയായിട്ട് നടന്ന നടന്ന ഈ മത്സരത്തിൽ അതിലെന്തുണ്ടായി? നാണം കെട്ട സ്കോർ 111 റൺസിന് തീരുമാനമാക്കിയിട്ട് അവര് പോയില്ലേ, ദക്ഷിണാഫ്രിക്ക പോയില്ലേ. അതാ പറയണത്, നമുക്കൊരു ഭാഗ്യം കെട്ട ഒരു ഗ്രൗണ്ട് തന്നെയാണ് ഈ നരേന്ദ്രമോദി സ്റ്റേഡിയം അഹമ്മദാബാദ്. അവിടുന്ന് മാറ്റിയിട്ട് ഫൈനലൊക്കെ വല്ല കൊൽക്കത്ത ഈഡൻ ഗാർഡനിലോ മുംബൈ സ്റ്റേഡിയത്തിലോ വല്ല ആക്കി കഴിഞ്ഞാൽ കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു. അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഇന്ത്യ 7 ജയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്റർനാഷണൽ മത്സരങ്ങൾ, വേൾഡ് കപ്പ് പോലത്തെ ഈ മത്സരങ്ങൾ വരുന്ന സമയത്ത് ഇന്ത്യ അവിടെ ഫൈനലിൽ കല ഉടയ്ക്കുന്നതാണ് കാണുന്നത്. ഇനിയിപ്പോ കല ഉടയ്ക്കാതെ നാളെ ഇന്ത്യ കപ്പെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ട് പറയാനുള്ളത്, നാളെ ഇന്ത്യ ന്യൂസിലാൻഡിനെതിരെ ഫൈനലിൽ ഇറങ്ങുമ്പോൾ 2 മാറ്റങ്ങൾ ഇന്ത്യയുടെ പ്ലേയിങ് ലെവലിൽ ഉണ്ടാവണം. മെയിനായിട്ട് മാറ്റേണ്ടത് അഭിഷേക് ശർമ്മനെ മാറ്റിയിട്ട് റിങ്കു സിംഗിനെ ഇറക്കുക. അതേപോലെ തന്നെ വരുൺ ചക്രവർത്തിനെ മാറ്റിയിട്ട് സിറാജിനെ ഇറക്കുക. സിറാജ് ടോപ്പ് ബോളറാണ്, അടിപൊളിയായിട്ട് ബൗൺസ് അറിയും, യോർക്കർ അറിയും, നല്ല രീതിയിൽ വിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ പവർഫുൾ ആയിട്ട് കഠിനാധ്വാനം ചെയ്യുന്ന ഒരു ബോളറാണ് സിറാജ്. സിറാജിനെ പോലുള്ള ഒരു ബോളറിനെ കയറ്റി ഇരുത്തിയിട്ട് എന്തിനാണ് ഹർഷീപ് സിംഗിനെ കളിപ്പിക്കുന്നതെന്നാണ് എനിക്ക് ഡൗട്ട്. അതായത് സ്പിൻ ബോളർക്ക് വലിയ രീതിയിലുള്ള ആനുകൂല്യം കിട്ടാറില്ല. അവിടെ നല്ല രീതിയിൽ ബൂമറയുടെ പോലെ നല്ല രീതിയിൽ പറന്നെറിയുന്ന ബോളർമാരില്ല. സിറാജും നല്ലപോലെ അറിയാം. അങ്ങനത്തെ ബോളർമാർക്കാണ് അവിടെ വിക്കറ്റ് നന്നായിട്ട് കിട്ടുക. ഒരു ഇംഗ്ലീഷ് ഗ്രൗണ്ടിലുള്ള ഒരു പിച്ച് പോലത്തെ ഒരു പിച്ചാണ് ഈ നരേന്ദ്രമോദി അഹമ്മദാബാദ് സ്റ്റേഡിയത്തിലെ ആ ഒരു പിച്ച്. ആ പിച്ചിനെ നല്ല രീതിയിൽ മുതലാക്കണമെങ്കിൽ ബൂമറ, സിറാജ് അങ്ങനത്തെ ബോളർമാർ വരണം. അതേപോലെ ശിവൻ ദുബനെ പോലത്തെ ചെണ്ടയ്ക്ക് ബോളിംഗ് കൊടുക്കാതിരിക്കുക. ശിവൻ ദുബ നല്ലൊരു ബാറ്റ്സ്മാനൊക്കെ തന്നെയാണ്, പക്ഷെ ബോളിംഗിൽ ശിവൻ ദുബ അസലൊരു ചെണ്ടയാണ് കേട്ടോ സുഹൃത്തുക്കളെ. 30 റൺസ് ലാസ്റ്റ് ഓവറിൽ 30 റൺസ് ജയിക്കാൻ ഉണ്ടായിരുന്ന സമയത്തും കൂടി എനിക്ക് നല്ല രീതിയിലുള്ള പ്രഷർ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ബോൾ എങ്ങാനും 6 അടിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു. ഈ പറയുന്ന ശിവൻ ദുബയ്ക്ക് നല്ല രീതിയിൽ ഫുൾ ടോസ് അറിയാം, നല്ല രീതിയിൽ ഫുൾ ടോസ് അറിയാം. ഫുൾ ടോസിന്റെ ആശാന തോന്നുന്നുണ്ട്. ഒരു ഓവറിൽ ഒരു 10-25 റണ്ണാ ജയിക്കാനുള്ളപ്പോൾ ശിവൻ ദുബയ്ക്ക് ബോളിംഗ് കൊടുത്തു കഴിഞ്ഞാൽ കളി തോറ്റു പെട്ടി മടങ്ങി വീട്ടിലേക്ക് പോകും. അപ്പൊ ശിവൻ ദുബേനെ ഒരു ബോളിംഗ് ഓപ്ഷൻ ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ സ്പെഷ്യലിസ്റ്റ് ബോളറായിട്ടുള്ള ബുംറയുണ്ട്, ബുംറയുടെ ഒപ്പം ഈ പറയുന്ന സിറാജിനെ ഇറക്കുക. കൂടുതലൊന്നും പറയുന്നില്ല. അപ്പൊ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്തിട്ടും കൂടി പോവുക. ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരാം.